ഒരു ക്വസ്റ്റിനെ പഠിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ 6 ആണ് നമ്പർ കൊടുക്കണമെന്ന് വെക്കാം. അപ്പോൾ 6നോട് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കണം, പക്ഷെ അത് പ്രൈം നമ്പറും ആയിരിക്കണം. കണ്ടോ? ഇപ്പോൾ 2ഉം 3ഉം 6നോട് ഡിവിസിബിൾ ആണ്, അതേപോലെ ഇത് പ്രൈം നമ്പേഴ്സും ആണ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. ഡിവിസിബിൾ ആണോ എന്നും നോക്കണം, അതിനോടൊപ്പം അത് പ്രൈം ആണോ എന്നും നോക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പ്രൈം ആണോ എന്ന് എങ്ങനെയാണ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയണത് എന്താ, നമ്മളതൊരു ഫംഗ്ഷൻ ആക്കിയിട്ട് ഇതാക്കണം. നമ്മൾ പൈത്തണിൽ നമുക്ക് ഫംഗ്ഷൻ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡെഫ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കും. എന്നിട്ട് ഈസ് പ്രൈം എൻ. ഈ എൻ എന്തായിരിക്കും, നമ്മൾ ഇവിടെ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പാരാമീറ്റർ ആയിരിക്കും ഇവിടേക്ക് പാസ് ചെയ്യുക. ഇവിടെ സെയിം വേരിയബിൾ നെയിം ആവണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളിവിടെ എന്ത് വാല്യൂ കൊടുത്താലും അത് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. എന്നിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 കൊടുത്തു, അപ്പോൾ 6ൻ്റെ റൂട്ട് ആദ്യം കണ്ടുപിടിക്കും. നമ്മൾ സാധാ പ്രൈമിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെ. നമ്മൾ ആ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റൂട്ട് വരെയാണല്ലോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ റൂട്ട് എന്നിട്ട് അതൊരു ഫ്ലോട്ട് നമ്പറാണ് വരിക, അതായത് പോയിന്റ് വാല്യൂ വരിക. അതിനെ നമ്മൾ ഇൻറ്റിജർ ആക്കി മാറ്റുന്നു. മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോലെ ഫോർ ലൂപ്പ്. ഈ കേസിൽ നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ട, നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കേണ്ട. നമ്മൾ നേരത്തെ പ്രൈമിൽ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫ്ലാഗ് ഉപയോഗിക്കുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഫ്ലാഗിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ, നമ്മളിവിടെ ഒരു ഫംഗ്ഷനാണ്. അതായത് നമുക്ക് ഒരു പ്രൈം അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് വന്നു കഴിഞ്ഞാൽ, അപ്പം തന്നെ ഇവിടെ നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് പുറത്തേക്ക് വരുന്നതാണല്ലോ സാധാരണ ചെയ്യാറ്. നമ്മൾ അതേപോലെ ഇവിടെ റിട്ടേൺ 0 എന്ന് റിട്ടേൺ ചെയ്യും. റിട്ടേൺ 0 എന്ന് പറഞ്ഞാൽ എന്താ, ഫോൾസ് റിട്ടേൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി മനസ്സിലായി അത് പ്രൈം അല്ല. ഏതെങ്കിലും ഒരു പൊസിഷനിൽ പ്രൈം അല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം റിട്ടേൺ ചെയ്യും ഫോൾസ്. പിന്നെ നമുക്ക് പേടിക്കാനില്ല, ഫ്ലാഗ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് നമ്മളിവിടെ എന്ത് ചെയ്തു, നമ്മൾ ആ ലിമിറ്റ് വരെ ചെക്ക് ചെയ്തു, പെർസെൻറ്റേജ് ആയി. അതായത് ഇപ്പോൾ എന്തിനോടെങ്കിലും ഡിവിസിബിൾ ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഫോൾസിന് റിട്ടേൺ ചെയ്യുക. ഇനി എന്നിട്ട് ഫോർ ലൂപ്പ് എല്ലാം എടുത്തു കഴിഞ്ഞു, അതായത് എല്ലാ ഇതും ചെക്ക് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് വരുന്ന ലൈനാണ് ഇത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 6 വരെയുള്ള എല്ലാ നമ്പേഴ്സും ചെക്ക് ചെയ്തു. അപ്പോൾ അതിലൊന്നും പ്രൈം ഫാക്ടേഴ്സ് പ്രൈം അല്ലാത്ത കാര്യങ്ങൾ കണ്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, 6 പ്രൈം ആണ്. അപ്പോൾ ഈ ലൂപ്പ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്ത്, നമ്മൾ കൊടുത്ത നമ്പർ പ്രൈം ആണെന്ന്. ലൂപ്പ് കംപ്ലീറ്റ് ആവുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ഇട്ടു, റിട്ടേൺ 1 എന്ന് ഇട്ടു. ഇനി നമുക്ക് അപ്പോൾ പ്രൈം നമ്പർ ആണോ ചെക്ക് ചെയ്യാനുള്ള സാധനം നമ്മുടെ ഇവിടെ കഴിഞ്ഞു കിട്ടാം. ഇനി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത് എന്താ, നമ്മൾ ഒരു നമ്പർ കൊടുക്കുന്നു, എന്നിട്ട് ആ നമ്പറിൻ്റെ എല്ലാ പ്രൈം ഫാക്ടേഴ്സും. അപ്പോൾ കൊടുക്കുന്ന നമ്പർ ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത്, ഇൻറ്റിജർ രീതിയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ ആ നമ്പർ എന്തായിട്ട് ആക്ട് ചെയ്യുക, 6. അപ്പോൾ 6 കൊടുക്കുകയാണെങ്കിൽ 6 എന്ന് പറഞ്ഞാൽ ഒരു 6 വരെയുള്ള എല്ലാ പ്രൈം ഫാക്ടേഴ്സും, അല്ലെങ്കിൽ 6നോട് ഡിവിസിബിൾ ആവുന്ന എല്ലാ പ്രൈം ഫാക്ടേഴ്സും നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ 6 വരെ, അപ്പോൾ അതൊരു ലിമിറ്റാക്കി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്, ഫോർ ലൂപ്പിൽ ഇടാനുള്ള ഒരു സാധനം. പക്ഷെ നമ്മൾ എന്ത് ഉദ്ദേശിക്കണം, 6ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 6ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം ജസ്റ്റ് നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഇട്ടു നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്തു, 2 മുതൽ കൊടുത്ത നമ്പറിൻ്റെ ഒരെണ്ണം ഇൻക്രിമെന്റ് ചെയ്ത് വെച്ചു. നമ്മൾ എപ്പോഴും നമ്മൾ ആലോചിക്കണം, ഫോർ ലൂപ്പിൽ ഇടുമ്പോൾ ലിമിറ്റ് ഒരെണ്ണം ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 6 ആണ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ 6. ഇപ്പോൾ 5ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ഞാൻ അവിടെ കാണിച്ചു തരാം. 5ൻ്റെ പ്രൈം ഫാക്ടേഴ്സിൽ നമ്മൾ ഇപ്പോൾ 5 ആണ് ലിമിറ്റ് കൊടുത്തു, അപ്പോൾ 4 വരെ ചെക്ക് ചെയ്യുള്ളൂ, 5 ചെക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് പ്രൈം ഫാക്ടേഴ്സിൽ എന്ത് വരില്ല, 5 വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു +1 കൂടി കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ +1 കൊടുത്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, a%i = 0. അതായത് ഡിവിസിബിൾ ആണെങ്കിൽ, ഇത് നമ്മൾ പ്രൈം നമ്പറിൻ്റെ അല്ല ചെക്ക് ചെയ്യുന്നത്, നമ്മൾ ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് എപ്പോഴും ഡിവിസിബിൾ ആയിരിക്കുക. എന്നിട്ട് ഡിവിസിബിളും ആവണം, അതിൻ്റെ ഒപ്പം പ്രൈമും ആവണം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ പ്രൈം വെച്ചിട്ട് അത് പ്രൈം ആണോ ചെക്ക് ചെയ്തു. പ്രൈം ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. 1 റിട്ടേൺ ചെയ്താൽ ട്രൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കും. അതായത് ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താ പ്രിന്റ് ചെയ്യിപ്പിക്കുക, ആ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിക്കുക. i എന്ന് പറഞ്ഞ വാല്യൂ ഇപ്പോൾ എന്താ, നമ്മുടെ പ്രൈം ഫാക്ടർ ആയിരിക്കുക i എന്ന് പറഞ്ഞ വാല്യൂ. അതിനെ നമ്മൾ എന്തോ ഒരു സ്പേസ് വെച്ചിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കും. അതാണ് ഇപ്പോൾ 2ഉം 3ഉം ഉണ്ടെന്ന് വിചാരിക്കുക. 6ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് 2ഉം 3 ആണല്ലോ. അപ്പോൾ 2 ഒരു സ്പേസ് 3, അതിന് വേണ്ടിയിട്ടാണ് ഈ എൻഡ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അടിക്കുക വരാമെന്ന് മാത്രം. ഈ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇതിൽ നോക്കുക, ഇതിൽ നമ്മൾ 6 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. 6 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഇവിടെ ഈ ഒരു ഇൻപുട്ടാണ് വാങ്ങിയത്. ഇനി അടുത്ത് എന്താ, പ്രൈം ഫാക്ടേഴ്സ് ആർ, ആ സാധനം പ്രിന്റ് ചെയ്ത് തരും. ഇപ്പോൾ ഇവിടെ ഉണ്ടോ പ്രൈം ഫാക്ടേഴ്സ് ആർ എന്ന് പറഞ്ഞിട്ട് വന്നത്. ഇനി അടുത്ത് എന്താ ചെക്ക് ചെയ്യാൻ പോകുന്നത്, ഫോർ ലൂപ്പിൽ കടന്നു.
ആദ്യം 2 അത് ഡിവിസിബിൾ ആണോ നോക്കി, 2 ഡിവിസിബിൾ ആണ്. 2 ഡിവിസിബിൾ ആണെങ്കിൽ ഇനി അത് പ്രൈം ആണോ ചെക്ക് ചെയ്യുക. അപ്പോൾ പ്രൈം ആണോ ചെക്ക് ചെയ്തു. അപ്പോൾ നേരെ എവിടേക്ക് പോയി, ഇവിടേക്ക് പോയി. അപ്പോൾ ഇപ്പോൾ ഈ ഈസ് പ്രൈമിൽ എന്ത് കയറി, 2 എന്ന് പറഞ്ഞ സാധനം കയറി. എന്നിൽ ഇപ്പോൾ 2 എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. അതിനെ നമ്മൾ ചെക്ക് ചെയ്തു. ഇനി അത് പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്തു, 1 റിട്ടേൺ ചെയ്തു. അപ്പോൾ പ്രൈം നമ്പർ ആണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഇനി അതേപോലെ അടുത്ത നമ്പർ 3 ചെക്ക് ചെയ്തു, 3 ഡിവിസിബിൾ ആണെന്ന് കണ്ടു. ഇനി അത് പ്രൈം നമ്പർ ആണോ ചെക്ക് ചെയ്തു. വീണ്ടും തിരിച്ച് മറ്റേ ആ ഫംഗ്ഷനിലേക്ക് പോയി. ഫംഗ്ഷനിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അത് പ്രൈം നമ്പർ ആണോ ചെക്ക് ചെയ്തു. ഇവിടെ 1 വന്നു. 1 വന്നപ്പോൾ എന്തായി, നമ്മൾ റിട്ടേൺ ചെയ്തു. റിട്ടേൺ വാല്യൂ 1 വന്നു. കണ്ടോ. അപ്പോൾ അത് തിരിച്ച് ഇവിടേക്ക് വന്നു, പ്രിന്റ് ചെയ്തു 3. ഇനി നമുക്ക് എന്ത് ചെയ്തു, പിന്നെ ഇനി ഒന്നുമില്ല. പിന്നെ നമുക്ക് അതുവരെ ചെക്ക് ചെയ്യാനുള്ളൂ, 6 വരെ ചെക്ക് ചെയ്യാനുള്ളൂ. ഇപ്പോൾ 6 കാരണം വന്നു. വേണ്ട, ഇവിടെ നമുക്ക് 6 കൊണ്ട് ഡിവിസിബിൾ ആണ്. പക്ഷെ അത് പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ അത് പ്രൈം അല്ല നമുക്കറിയാം. അപ്പം എന്ത് ചെയ്തു, കണ്ട ഇവിടെ 0 റിട്ടേൺ ചെയ്തു. കണ്ട, അപ്പോൾ പ്രൈം അല്ലെങ്കിൽ അത് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. കണ്ട, അപ്പോൾ അത് പ്രിന്റ് ആയില്ല. ഇത് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കിടന്നില്ല, പുറത്തേക്ക് വന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രിന്റ് ആയി വന്നു, പ്രൈം ഫാക്ടേഴ്സ് 2 ഉം 3 ആയിട്ട് പ്രിന്റ് ആയിട്ട് വന്നു.